നമസ്കാരം, എല്ലാവർക്കും മൈ റെക്കോർഡ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് ഭരണഘടന എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. എന്താണ് ഭരണഘടന? ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിത. കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം. കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം. രാഷ്ട്രത്തിൻ്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമാണ്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഭരണഘടനയുടെ ധർമ്മങ്ങൾ: ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു. സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും വ്യക്തമാക്കുന്നു. ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ലോ ഓഫ് ദ ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടന. ലോ ഓഫ് ദ ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടന. ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തിരിക്കുന്നു. ലോകത്തിലെ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഈ അടുത്ത് നടന്ന ഡിഗ്രി പ്രിലിംസിലും ഇതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ലോകത്തിലെ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ, അതായത് എഴുതപ്പെട്ടിട്ടില്ലാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്. ഭിന്നെന്നോർത്താൽ മതി. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്. ലിഖിത ഭരണഘടനയുള്ളത്, എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് ഏതൊക്കെയാണ്? ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. അലിഖിത ഭരണഘടനയുള്ളത് ഏതിനൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്. പാർലമെൻറ്റുകളുടെ മാതാവ് ബ്രിട്ടൻ. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ബ്രിട്ടൻ. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം സ്വിറ്റ്സർലൻഡ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം സ്വിറ്റ്സർലൻഡ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15. അപ്പോൾ ആദ്യത്തെ അവകാശപത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചതെന്നാണ് 1215 ജൂൺ 15. മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് കിങ് ജോൺ. റണിമീഡ് മൈതാനത്ത് വെച്ചാണ് അദ്ദേഹം ഇത് ഒപ്പിട്ടത്. അപ്പോൾ മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? കിങ് ജോൺ ആണ്. എവിടെ വെച്ചാണ്? റണിമീഡ് മൈതാനത്ത് വെച്ച്. ഇന്ത്യൻ ഭരണഘടനയുടെ നാൾവഴികൾ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തിയ ബ്രിട്ടീഷ് നിയമങ്ങളെ പ്രധാനമായും രണ്ട് തലക്കെട്ടുകൾക്ക് കീഴിലാണ് നിർവചിച്ചിരിക്കുന്നത്. ഒന്ന്, കമ്പനി നിയമം 1773 മുതൽ 1858 വരെ വന്നിട്ടുള്ള കമ്പനി നിയമം. പിന്നെ രണ്ടാമത് ക്രൗൺ നിയമം 1858 മുതൽ 1947 വരെയുള്ള ക്രൗൺ നിയമം. അങ്ങനെ രണ്ട് ബ്രിട്ടീഷ് നിയമങ്ങളെ പ്രധാനമായും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണം നടന്നിരിക്കുന്നത്. അതിനകത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് നിയമങ്ങളെയാണ് രണ്ട് തലക്കെട്ടുകൾക്ക് കീഴിലായിട്ട് നിർവചിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് കമ്പനി നിയമം, രണ്ടാമത്തത് ക്രൗൺ നിയമം. കമ്പനി നിയമത്തിൽ ഉൾപ്പെട്ട പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, ചാർട്ടർ ആക്ട് 1793, ചാർട്ടർ ആക്ട് 1813, ചാർട്ടർ ആക്ട് 1833, ചാർട്ടർ ആക്ട് 1853. ഇനി നമുക്ക് ഓരോ ആക്റ്റുകളായിട്ട് നോക്കാം. കമ്പനി നിയമത്തിൻ്റെ കീഴിൽ വരുന്ന ഓരോ ആക്റ്റുകൾ. ആദ്യമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. എന്താണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് 1773? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ നിയന്ത്രണങ്ങൾ രേഖകൾ ഈ നിയമത്തിൽ നിർവചിക്കപ്പെട്ടു. ഇന്ത്യയിൽ കേന്ദ്രീകൃത
ഭരണത്തിന് അടിത്തറയിട്ടതും ഈ നിയമമാണ്. കേന്ദ്രീകരണ ഭരണം, അതായത് കേന്ദ്രമുണ്ടാകും, അതിൻ്റെ താഴെയായിരിക്കും ഈ ഒരു കമ്പനി വരുന്ന, അവരാണ് ഭരണം നടത്തുന്നത്. അങ്ങനെ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. അതുവരെ ഗവർണർ ഓഫ് ബംഗാൾ എന്നറിയപ്പെട്ടിരുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. ആദ്യത്തെ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിങ്സ് നിയമിതനാവുകയും ചെയ്തു. ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിങ്സ് നിയമിതനാവുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏതാണ്? 1774 കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിച്ചത്. ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും ഉൾപ്പെട്ട് ന്യായാധിപ വൃന്ദമായിരുന്നു ഈ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരുമായിരുന്നു ഉണ്ടായിരുന്നത്. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസാണ് സർ എലീജ ഇംബെ. ആദ്യത്തെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സർ എലീജ ഇംബെ. കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയായ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ഭരണസംഘം കമ്പനിയുടെ വരുമാനം, പ്രവർത്തന രീതി, ഇന്ത്യയിലെ സൈനിക കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് യഥാസമയം റിപ്പോർട്ടുകൾ നൽകണമെന്ന് ഈ നിയമം അനുശാസിച്ചു. 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ അപാകതകൾ പരിഹരിക്കാനായി 1781 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമം ഏതാണ്? അമെൻഡിങ് ആക്ട് ഓഫ് 1781, ആക്ട് ഓഫ് സെറ്റിൽമെൻ്റ് എന്നും ഇതറിയപ്പെടുന്നു. അമെൻഡിങ് ആക്ട് ഓഫ് 1781 അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെൻ്റ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റി പഠിക്കാനുള്ളത്. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ 1773 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കമ്പനിയെ നിയന്ത്രിക്കാനുമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ നിയന്ത്രണ രേഖകൾ ഈ നിയമത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. അതുപോലെ ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് വാറൻ ഹേസ്റ്റിങ്സ് നിയമിതനായി. ഇന്ത്യയിലൊരു സുപ്രീം കോടതി വരാൻ കാരണമായത് ഈ റെഗുലേറ്റിംഗ് ആക്ട് 1773 അതും പ്രകാരം കൊൽക്കത്തയിൽ ആദ്യത്തെ സുപ്രീം കോടതി 1774 സ്ഥാപിതമായി. അന്ന് ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരുമാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് സർ എലീജ ഇംബെ. കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയായ ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ഭരണസംഘം കമ്പനിയുടെ വരുമാനം, പ്രവർത്തന രീതി, ഇന്ത്യയിലെ സൈനിക കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് യഥാസമയം ഇങ്ങനെ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇതിന് ചെറിയ അപാകതകളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അതേതാണ്? അമെൻഡിങ് ആക്ട് ഓഫ് 1781 അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ നിയമം 1784 മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്നറിയപ്പെടുന്നത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്റ്റാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്നറിയപ്പെടുന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് നിയമത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റാണ്. അതുകൊണ്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റാണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ച നിയമമാണിത്. ഇന്ത്യയുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ചൊരു നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. കമ്പനിയുടെ ഭരണകർത്താക്കളായ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്പനിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന മറ്റൊരു ബോഡി കൂടി രൂപീകരിക്കണമെന്ന് ഈ നിയമം നിഷ്കർഷിച്ചു. അങ്ങനെ വാണിജ്യപരവും രാഷ്ട്രീയവുമായ ദ്വിതല ഭരണ രീതി നടപ്പിലാക്കാൻ ഈ നിയമം പ്രേരകമായി തീർന്നു. ഇതോടെ കമ്പനിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കുമേൽ നിയന്ത്രണം ചെലുത്താനുള്ള പരമാധികാരം ബോർഡ് ഓഫ് കൺട്രോളിൽ നിക്ഷിപ്തമായി. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലേക്ക് ഏകീകരിക്കപ്പെട്ട നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലേക്ക് ഏകീകരിക്കപ്പെട്ട നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. കമ്പനിയുടെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷിൻ്റെ കൈവശ വസ്തുക്കൾ എന്ന നിർവചന പരിധിയിൽ വരാൻ കാരണമായ നിയമം
പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭരണത്തിലും പരമാധികാരം കൈവരാൻ കാരണമായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പരാജയ കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഭരണ സംവിധാനങ്ങളുടെയും അധികാര പരിധി നിർവചിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്? അത് 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ചില പോരായ്മകൾ പരിഹരിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. 1784 ഇത് പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റാണ്. ഈ നിയമം പാസ്സാക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. എന്തായിരുന്നു ഇതിൻ്റെ മെയിൻ കാര്യം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യവും രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ച ഒരു നിയമമാണിത്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് ഇതിന് പ്രകാരം വാണിജ്യ പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ അധികാരങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു ബോർഡ് ഓഫ് കൺട്രോളിനെ കൂടി രൂപീകരിച്ചു. അങ്ങനെ ഇതിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 2 ബോർഡ് വന്നു. ഒരു ബോർഡ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അത് വാണിജ്യ പ്രവർത്തനങ്ങൾക്കും, അടുത്ത ബോർഡ് ഓഫ് കൺട്രോൾ, അത് ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇടപെടലിനെ കുറിച്ച് ഒരു നിയന്ത്രണം വെക്കാനും അവരുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ബോർഡുകളായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആളുകളെ നിയമിക്കുകയാണ് ചെയ്തിരുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. പിന്നെ ഇത് പ്രകാരമാണ് കൽക്കട്ടയിലേക്ക് നമ്മുടെ തലസ്ഥാനം, ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലേക്ക് ഏകീകരിക്കപ്പെട്ട നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം എന്നുള്ളത്. അതുപോലെ തന്നെ കമ്പനിയുടെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളും ഇന്ത്യയിലെ ബ്രിട്ടൻ കൈവശ വസ്തുക്കളെല്ലാം ഒരു ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന നിർവചന പരിധിയിൽ വരാൻ കാരണമായ നിയമമാണ്. അതുപോലെ തന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പരാജയ കാരണം എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഭരണ സംവിധാനങ്ങളുടെയും അധികാര പരിധി നിർവചിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതിൻ്റെ പരാജയ കാരണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.